രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, ടേസ്റ്റും മണവും കൂടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3 തൊണ്ടൻ മുളകും 2 ചെറിയ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 10 കഷ്ണം ഉള്ളി അരിഞ്ഞത്, 200 ഗ്രാം ഇഞ്ചി, 1 തരം വെളുത്തുള്ളി. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. നെല്ലിക്ക വലുപ്പത്തിലുള്ള ഇത്രയും പുളി പിഴിഞ്ഞ് അതിൽ ആ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. അടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഉള്ളിയും ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിനെല്ലാം ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചൊന്നും അരയ്ക്കണ്ട. ഇങ്ങനെ അരയ്ക്കുമ്പോൾ അത് എണ്ണ പോലെ ആയി കിട്ടും. ഇഞ്ചി വറുത്തതിൽ നിന്ന് കുറച്ച് എണ്ണ കോരി മാറ്റാം. ഇനി കറിയാക്കാനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയോളം മതി. അതിലേക്ക് അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ലോ ഓയിലാണ്. പച്ചമുളക് നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊടികൾ ചേർക്കാം. 1.5 സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഇനി ഉരുക്കി വെച്ച ആ പുളിയുടെയും ശർക്കരയുടെയും വെള്ളമാണ്, അതിൽ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, 1/2 സ്പൂൺ. ഇനി നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി അരച്ച ജാറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുലുക്കി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. 1/2 സ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മതി, ഫ്ലെയിം ഓഫാക്കാം. തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകിക്കൊള്ളും. ഇനി കടുക് തളിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം.
വറ്റൽമുളകിടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.